ഗുരുദേവിൻ്റെ വീഡിയോ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിൻ്റെ ഹിന്ദി പാഠഭാഗങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ യൂണിറ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതിൽ നമ്മൾ ആദ്യത്തെ ഒരു കഥയാണ് ബേർബഹൂട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ കഥയുണ്ട്. പ്രഭാത് ജിയാണ് അത് എഴുതിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു പാഠമെന്ന് പറയുന്നത് ഹതാഷ് സെ എക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന വിനോദ് കുമാർ ശുക്ലയുടെ ആ ഒരു കവിത. ആ കവിതയുടെ ശ്രീ നരേഷ് സക്സേനയുടെ വ്യാഖ്യാനമാണ് രണ്ടാമത്തെ പാഠമെന്ന് പറയുന്നത്. മൂന്നാമത് ടൂട്ടാ പഹിയ എന്ന ഒരു കവിതയുമാണ് തന്നിരിക്കുന്നത്. അതിനുശേഷം അതിരിക്ത് വാചനായിട്ട് ശ്രീമതി മനു ഭണ്ഡാരിയുടെ ആത്ക ബണ്ടി എന്ന ഒരു നോവലിൻ്റെ ഭാഗവും ഉണ്ട്. നമുക്ക് ഓരോ പാഠഭാഗങ്ങളായിട്ട് പഠിക്കാം. നമ്മൾ ഇന്ന് തുടക്കത്തിൽ ബീർബഹൂട്ടിയാണ് പഠിക്കാൻ പോകുന്നത്. കഹാനികാർ എഴുതിയ ആളിൻ്റെ പേര് പ്രഫാദ് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു പടം ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് വരികൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ വരികൾ എന്താണെന്ന് നോക്കാം. പ്യാർ പഹ്ലി ബാരിഷ് കി ബൂന്തോ മേം ഹെ. പുതുമഴത്തുള്ളികളിലുണ്ട് സ്നേഹം. സ്നേഹം പുതുമഴത്തുള്ളികളിലുണ്ട്. പ്യാർ ഫൂലോ കി ഖുഷ്ബൂ മേം ഹെ. പൂക്കളുടെ സുഗന്ധത്തിലുണ്ട് സ്നേഹം. സ്നേഹം എന്ന് പറയുന്നത് പൂക്കളുടെ സുഗന്ധത്തിലുണ്ട്. പ്യാർ ഠൽത്തെ സൂരജ് കി കിരണോ മേം ഹെ. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളിലുണ്ട് സ്നേഹം. പ്യാർ ഹർ നയേ ദിൻ കി ഉമ്മീദ് മേം ഹെ. ഓരോ പുതിയ ദിവസത്തിൻ്റെ പ്രതീക്ഷയിലും സ്നേഹമുണ്ട്. അപ്പോൾ സ്നേഹത്തെപ്പറ്റി പറയുന്ന 4 വരികളാണ്. പുതുമഴത്തുള്ളികളിലെ സ്നേഹം, പൂക്കളുടെ സുഗന്ധത്തിലുണ്ട് സ്നേഹം, അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളിലുണ്ട് സ്നേഹം, ഓരോ പുതിയ ദിവസത്തിൻ്റെ പ്രതീക്ഷയിലും ഉണ്ട് സ്നേഹം. അപ്പോൾ സ്നേഹത്തെ പറ്റിയാണ് ഒന്നാമത്തെ യൂണിറ്റിൽ സൂചിപ്പിക്കുന്നതെന്ന് നമുക്കിത് വെച്ച് മനസ്സിലാക്കാം. നമുക്ക് ഒന്നാമത്തെ പാഠത്തിലേക്ക് പോകാം. പാഠത്തിൻ്റെ പേര് ബീർബഹൂട്ടി എന്നാണ്. ബീർബഹൂട്ടി എന്ന് കേട്ടിട്ടുണ്ടോ? ബീർബഹൂട്ടി എന്താണെന്ന് അറിയാമോ? ഈ ബീർബഹൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ വയൽ വരമ്പിലൊക്കെ കാണുന്ന രക്തത്തുള്ളി പോലെ ചെറിയ സൈസിൽ രക്തത്തുള്ളി പോലെ കാണപ്പെടുന്ന ചുമന്ന നിറത്തിലുള്ള ഒരുതരം വണ്ടാണ്. ഒരു ചെറിയ കറുപ്പൊക്കെ അതിൻ്റെ പുറത്തുണ്ടാവും. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതിനെയാണ് ബീർബഹൂട്ടി എന്ന് പറയുന്നത്. അപ്പം നോക്കാം എന്താണ് നമുക്ക് ആ കഥയിൽ പറയുന്നതെന്ന് നോക്കാം. ബാദൽ ബഹുത്ത് ബരസ് ലിയേദേ. ബാദൽ മേഘം, മഴ വളരെയധികം പെയ്തിരുന്നു. ഫിർഫി എന്നിരുന്നാലും, ബഹുത്ത് സാരാ പാനി ധാരാളം വെള്ളം, ഉസ്മീൻ ബച്ചാ ഹുവാദ അതിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അതായത് കാർമേഘങ്ങൾ ഇനിയും പെയ്യാനായി കാത്തു നിൽക്കുന്നുണ്ട് എന്നർത്ഥം. വേ ഖേത്തോം ജംഗലോങ്കെ ഊപ്പർ ഛായി ഹുയേദേ. ഈ കാർമേഘങ്ങൾ വയലുകളുടെയും ജംഗൽ കാടിൻ്റെയും ഒക്കെ മുകളിൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. അത് മഴ പെയ്യാൻ ഇനിയും സാധ്യതയുണ്ട് എന്നർത്ഥം. സാര ആകാശ് മുഴുവൻ ആകാശവും മേഘോം സേ ഫരാഥ മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അതായത് ആകാശം മുഴുവൻ കാർമേഘങ്ങളാണ്, അവ നിറഞ്ഞിരിക്കുന്നു. മേഘോം കി ഛായാവോമേം ഗീലി ഹവായേം. ഈ മേഘത്തിൻ്റെ നിഴലിൽ ഗീലി ഹവായ നനുത്ത, അതായത് ചെറിയ തണുപ്പുള്ള കാറ്റ്. ഇധർ ഉധർ ഘൂമരിഹിതി അവിടെയും ഇവിടെയും ഒക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അതായത് എല്ലായിടത്തും തണുത്ത കാറ്റടിക്കുന്നുണ്ട്. പേടോങ്കെ തന്നെ അഫീഫി ഗീലേതെ. മരത്തിൻ്റെ തായ്തടി അതിലൊക്കെ ഇപ്പോഴും നനവ് നിൽക്കുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞെങ്കിലും ആ നനവ് ഇപ്പോഴും അവിടെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. മൂങ്ക് ഫലിയോങ്കെ ഹരേ ഖേത്തോമേ. മൂങ്ക് ഫലിയ എന്ന് വെച്ചാൽ നിലക്കടലയുടെ ഹരേ ഖേത്തോമേ പച്ച നിറഞ്ഞ വയലിൽ, അതായത് ആ നിലക്കടലേക്ക് പൊടിച്ചു നിൽക്കുന്ന ആ വയലിൽ. പീലെ ഫൂൽ മഞ്ഞപ്പൂവ്, അഫീഫി ഗീലേത്തെ അവ ഇപ്പോഴും നനഞ്ഞിരിക്കുകയാണ്. അപ്പം നിലക്കടല വ്യാപിച്ചു കിടക്കുന്ന വയലുകളിൽ.
അവിടെ വിടർന്നു നിൽക്കുന്ന മഞ്ഞപ്പൂക്കൾ ഇപ്പോഴും നനവുള്ളവയാണ്. ഖേത്തോമേം ഛോട്ടാ ഛോട്ടാ ബാജ്ര ഉഗാദ. ബാജ്ര എന്ന് പറഞ്ഞാൽ ഒരിനം ചോളമാണ്. അപ്പം ഖേത്തോമേം വയലുകളിൽ ഛോട്ടാ ഛോട്ടാ ബാജ്ര ഉഗാദ, ചെറിയ ചെറിയ ചോളച്ചെടികൾ ഉഗാദ പൊടിച്ചു വന്നിട്ടുണ്ട്. ബാജ്രയ്ക്ക് ലെംബെ പത്തലെ പാത്തോമേ, ഈ ബാജ്രയുടെ നീളമുള്ള മെലിഞ്ഞ ഇലകളിൽ പാനി കി ബൂന്തേ, ആ വെള്ളത്തുള്ളികൾ അഡ്കി ഹുയിത്, ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. അതായത് ഏത് ചെടി എടുത്താലും എന്തെടുത്താലും ആ മഴയുടെ അല്ലെങ്കിൽ മഴ പെയ്തതിൻ്റെ സാന്നിധ്യം, അതിൻ്റെ ആ വെള്ളത്തുള്ളികൾ ഇപ്പോഴും എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. ബാരിഷ് കി ഹവാമേം ഗീലി ഖേത്തോം അവർ, ഇനി ആ മഴയത്തെ മഴക്കാറ്റിൽ ഗീലി ഖേത്തോം നനഞ്ഞ വയലുകളിൽ ഹരിയാലി കി ഗന്ധ്, ആ ഒരു പച്ചപ്പിൻ്റെ ഗന്ധം ഖുലി ഹുയിതി അലിഞ്ഞു ചേർന്നിരുന്നു. അതായത് നമുക്കറിയാം മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു മണ്ണിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ വയലുകളിൽ ആ ഒരു നനവ്, ആ ഒരു മണമൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത പാരഗ്രാഫ്. ഉനേം ബീർ ബഹൂട്ടിയോം സെ മിൽന ഹോത്താദ, അവർക്ക് ബീർ ബഹൂട്ടിയെ കാണണമായിരുന്നു. ഇനി ആരാണ് അവർ? രണ്ട് കഥാപാത്രങ്ങളായിട്ടുള്ള, കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു ചെറിയ കഥയാണിത്. ബേലയും സാഹിലുമാണ് അതിലെ കഥാപാത്രങ്ങൾ. താഴേക്ക് വരുമ്പോൾ നമുക്ക് അവരെ പറ്റി അറിയാം. അപ്പോൾ ഈ രണ്ടു പേരെന്ന് പറഞ്ഞാൽ ബേല ഔർ സാഹിൽ. അപ്പോൾ അവർക്ക് ബീർ ബഹൂട്ടിയോ സെ മിൽന ഹോത്താ താ, ബീർ ബഹൂട്ടിയെ കാണണമായിരുന്നു. സോവേ സ്കൂൾ കെ ലിയെ ഘർ സെ കുച്ച് സമയ പഹലെ നിഗൽ ആത്തെ തെ. അപ്പോൾ അതിന് സ്കൂൾ കേലി, അവർ സ്കൂളിൽ പോകാനായിട്ട് ഘർസെ വീട്ടിൽ നിന്നും കുച്ച് സമയ പഹലെ, കുറച്ച് സമയം മുന്നേ, സ്കൂളിൽ പോകുന്ന ആ സമയത്തേക്കാളും കുറച്ച് നേരത്തെ നിക്കലാത്യത അവർ പുറപ്പെട്ടിരുന്നു. അപ്പോൾ അവർക്ക് ബീർ ബഹൂട്ടിയെ കാണണം. അപ്പോൾ അതിനു വേണ്ടി അവർ എന്ത് ചെയ്തു? സാധാരണ സ്കൂളിൽ ഇറങ്ങുന്നതിന് മുന്നേ ഇറങ്ങി. മഴയാണ്, അപ്പോൾ ഇവയെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ നേരത്തെ ഇറങ്ങിയത്. കസ്ബെ സെ സഡെ, കസ്ബെ എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണമാണ്. ആ പട്ടണത്തോട് സഡെ എന്ന് വെച്ചാൽ ചേർന്ന് കിടക്കുന്ന ഇൻ ഖേത്തോമേം, ആ വയലുകളിൽ ബീർ ബഹൂട്ടിയോം ഖോജ കർത്തേതെ, അവർ ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുകയാണ്. ഇനി ബീർ ബഹൂട്ടി അവ എങ്ങനെയാണ്? സൂർഖ് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയാം, അതായത് ചുമന്ന, മിനുസമുള്ള അല്ലെങ്കിൽ മൃദുവായ എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കുകളാണവ. അപ്പോൾ അങ്ങനെയുള്ള ബീർ ബഹൂട്ടിയാം. ധർത്തി പർ, ഭൂമിയിൽ ചൽത്തി ഫിർത്തി, അവ കറങ്ങി അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നു. എങ്ങനെ? ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ, ആ രക്തത്തിൻ്റെ തുള്ളികൾ പോലെ, പ്യാരി ബൂന്ത പ്രിയപ്പെട്ട തുള്ളികൾ, അതായത് രക്തത്തുള്ളികൾ പോലെ അവ ആ ഭൂമിയിൽ ഇങ്ങനെ നടക്കുന്നു എന്നാണ് പറയുന്നത്. ഉൻകെ ബസ്തെ ഉൻകി പീഡ് പർ ലാദെ ഹോത്തെ തെ, അവരുടെ ബാഗ് അവരുടെ മുതുകത്ത് പിൻഭാഗത്ത് തന്നെ ഉണ്ട്. കന്തോ പർ ടങ്കെ ഹോത്തെ തെ, അവ എന്താണ്? തോളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. വേ ഏക് ദൂസരേക്ക് ബഹുത് നസ്ദീക് രഹ്കർ, അവർ ഏക് ദൂസര പരസ്പരം ഏറ്റവും അടുത്ത് രഹ്കർ നിന്നിട്ട്, ബൽക്കി കഹിന ചാഹിയ, കറക്റ്റ് പറഞ്ഞാൽ എങ്ങനെയാ? ബിൽക്കുൽ സഡ്കർ, വളരെ ചേർന്ന്, ബീർ ബഹൂട്ടിയാം ഖോജ്തേ, ബീർ ബഹൂട്ടിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പരസ്പരം വളരെ അടുത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ബീർ ബഹൂട്ടിയെ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത്, കാണുന്നത്. ഉനേം ദേഖ്നെ കെ ലിയെ, അവയെ കാണുന്നതിന് വേണ്ടി, വേ ബാരിഷ് കി ഗന്ധ് ഭരി, ആ മഴയുടെ മണമുള്ള, ഭൂരി ജമീൻ പർ, ആ നനവുള്ള ജമീൻ മണ്ണിൽ, ബൈറ്റ് ജായ കർത്തേതി, അവർ ആ ഭൂമിയിൽ ആ മണ്ണിലേക്ക് ഇരുന്നു. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. ബീർ ബഹൂട്ടിയെ കാണാനായി അവർ സാധാരണ പോകുന്നതിന് മുന്നേ ഇറങ്ങി. വളരെ അടുത്ത് നിന്നാണ് അവയെ നിരീക്ഷിക്കുന്നത്. വളരെ അടുത്ത് കാണുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു? ആ മണ്ണിൻ്റെ നനഞ്ഞ മണ്ണിലേക്ക് അവർ ഇരിക്കുകയാണ്.
ഇനി बेला देखो इस बिरबहूटी का रंग तुम्हारे रिबन के जैसा लाल है. ഇനി സാഹിൽ എന്ത് പറയുന്നു? ബേല അതേക്ക് നോക്കൂ, എഹ് ബീർബഹൂട്ടി കാ രംഗ്, ഈ ബീർബഹൂട്ടിയുടെ നിറം എന്ന് പറയുന്നത് തുമാരെ റിബൺ കെ ജൈസ, നിന്റെ റിബൺ പോലെ ലാൽ ഹെ, ചുമപ്പാണ്. നോക്ക്, നിന്റെ റിബൺ പോലെ ആ ചുമന്നതാണ് ഈ ബീർബഹൂട്ടി എന്നാര് പറയുന്നു? സാഹിൽ പറയുന്നു. തുമ്നെ കുച്ച് സുന ബേല, ബേല നീ എന്തെങ്കിലും കേട്ടോ? ഹാ സുന, ഞാൻ കേട്ടു. പഹലി ഖണ്ഡി ലഗ് ഗയി ഹേ, ആദ്യം ബെല്ലടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവളുടെ ശ്രദ്ധ ഇവിടെ ആരെന്നെങ്കിലും സ്കൂളിൽ ബെല്ലടിച്ചത് അവൾ കേട്ടു. ഞാൻ കേട്ടു, സ്കൂളിൽ ആദ്യത്തെ ബെല്ലടിച്ചിരിക്കുകയാണ്. ലേക്കിൻ മുझे पेन में स्याही फी फरवानी है, പക്ഷേ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം. ദുക്കാൻ സെ, കടയിൽ നിന്നും. അപ്പോൾ അവൻ എന്ത് പറയുന്നു? പക്ഷേ എനിക്ക് ദുക്കാൻ കടയിൽ നിന്നും പേനയിൽ മഷി നിറയ്ക്കണം. അതായത് ലേറ്റായി, ഫസ്റ്റ് ബെല്ല് അടിച്ചു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ സംഭാഷണം ഒന്നുകൂടെ നോക്കിക്കോ. ബെല ദേഖോ ഇസ് ബീർബഹൂട്ടി കാ രംഗ്, ഈ ബീർബഹൂട്ടിയുടെ നിറം തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹെ, നിന്റെ ആ റിബൺ പോലെ ചുമന്നതാണ്. സാഹിലിനെ കഹാ, സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുന ബേല, ബേല നീ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും കേട്ടോ? ഹാം സുന, ഞാൻ കേട്ടു. പഹലി ഖണ്ഡി ലഗി ഹെ, ആദ്യത്തെ ബെല്ലടിച്ചിരിക്കുന്നു, ഫസ്റ്റ് ബെൽ സ്കൂളിൽ അടിച്ചിരിക്കുകയാണ്. ലേക്കിൻ മുझे पेन में स्याही फी फरवानी है, എനിക്ക് പേനയിൽ മഷി നിറയ്ക്കാനുണ്ട്. ദുക്കാൻ സെ, കടയിൽ നിന്നും. ആര് പറഞ്ഞു? സാഹിൽ പറഞ്ഞു. 1981 കാ സാൽ, 1981 എന്ന് പറഞ്ഞാൽ 1981. രാജസ്ഥാൻ മേം ജയ്പൂർ കെ നസ്ദീക്, രാജസ്ഥാനിൽ ജയ്പൂരിന് സമീപമായി സവാരി ഗാഡിയോം ഔർ മാൽഗാഡിയോം സെ സദാഫര ഫുലേര ജംഗ്ഷൻ. ഇനി ഫുലേര എന്ന് പറയുന്ന ഒരു ജംഗ്ഷനെ പറ്റിയാണ് പറയുന്നത്. എങ്ങനെയുള്ള ജംഗ്ഷനാണ് അത്? അവിടെ എപ്പോഴും എങ്ങനെയുള്ള ഗാഡികൾ? നസ്ദീക് സവാരി ഗാഡിയാം, യാത്രാവാഹനങ്ങളും അവർ മാൽഗാഡിയാം, ചരക്ക് വാഹനങ്ങളുമാൽ നിറഞ്ഞ ഫുലേര ജംഗ്ഷൻ. ഒരിക്കൽ കൂടെ നോക്കിക്കോ. രാജസ്ഥാൻ മേം ജയ്പൂർ കെ നസ്ദീക്, രാജസ്ഥാനിൽ ജയ്പൂരിനടുത്തായി സവാരി ഗാഡിയോം അവർ മാൽഗാഡിയോം സെ സദാഫര, സവാരി വാഹനങ്ങളാലും ചരക്ക് വാഹനങ്ങളാലും നിറഞ്ഞ ഫുലേര എന്ന ജംഗ്ഷൻ. കസ്ബേക്ക് ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ, ഇനി ആ പട്ടണത്തിലെ തെരുവുകളെല്ലാം എങ്ങനെയുള്ളതാണെന്ന് പറയുന്നു? സുനി, ഏകാന്തമായ, തങ്ക്, ഇടുങ്ങിയ ആ തെരുവുകൾ. അപ്പോൾ പട്ടണത്തിലെ തെരുവുകൾ വിജനമായ, ഏകാന്തമായ, ഇടുങ്ങിയ തെരുവുകളാണ്. ഗലിയോമേം ഖാമോഷ് ഖഡേ ബിജലി കി ഖംബെ, ഇനി ആ തെരുവുകളിൽ നിശബ്ദമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ. ഖാമോഷ് ഖഡേ ബിജലി കി ഖംബെ, നിശബ്ദമായി നിൽക്കുന്ന ആ ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട്. ഖംബോം കെ ബീച്ച് ഖിഞ്ചി താരോ കി കതാരെ, ഇനി ആ പോസ്റ്റുകൾക്കിടയിൽ ആ നിരയായി എന്തുണ്ട്? ആ കമ്പികളുണ്ട്, വലിച്ചു കെട്ടപ്പെട്ട കമ്പികൾ ആ പോസ്റ്റുകൾക്കിടയിൽ ആ നിരയായി ഉണ്ട്. इन गलियों में जहाँ वहाँ दिखाई पड़ते मीठी ഖണ്ഡിയാം ബജാത്തെ ഫേരിവാലെ, ഇനി ആ തെരുവിൽ നമുക്ക് എല്ലായിടത്തും എന്ത് കാണാം? മധുര ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കച്ചവടക്കാർ, അതായത് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന കച്ചവടക്കാരെ നമുക്ക് ആ തെരുവിൻ്റെ എല്ലാ ഭാഗത്തും കാണാം. ഏക്ക് അന്ധേരി സി ഗലിമേ, അങ്ങനെ ആ ഇരുണ്ട തെരുവിൽ ചഹ് സാത്ത് ഗദോങ്കി ഖുരോങ്കി ഠാപ്പോങ്കി ആവാസേ, ഇനി ആ തെരുവിൽ, ആ ഇരുണ്ട ആ തെരുവിൽ ചഹ്സാത്ത് 6 ഗധ എന്ന് പറഞ്ഞാൽ കഴുത, കഴുതയുടെ ഖുരോങ്കി ഠാപ്പോങ്കി ആവാസ്, കുളമ്പടി ശബ്ദം. അപ്പോൾ തെരുവിൽ നമുക്ക് കുളമ്പടി ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുന്നു. ഉൻകെ പീച്ചെ, അതിന് പിറകെ ചൽത്ത നടക്കുന്ന എക്ക് ബഥൻ ഉഖാഡെ കുമാർ, ഒരു വിവസ്ത്രനായ, വസ്ത്രം ധരിക്കാത്ത ഒരു കുമാർ. കുമാർ എന്ന് പറഞ്ഞാൽ കുശവൻ, മൺപാത്ര നിർമ്മാണം നടത്തുന്ന ആൾ. അപ്പോൾ ആ ചിത്രം മനസ്സിലേക്ക് വന്നോ? ആ ചിത്രം എന്ന് പറഞ്ഞാൽ ആ ഒരു തെരുവ് ഇടുങ്ങിയ തെരുവുകളാണ്. അവിടെ നിശബ്ദമായി നിൽക്കുന്ന പോസ്റ്റുകൾ, അതിൽ നിരയായി കമ്പികൾ വലിച്ചു കെട്ടിയിരിക്കുന്നു. പിന്നെ ആ തെരുവുകളിലൂടെ കുറച്ച്
കഴുതയുടെ കുളമ്പടി ശബ്ദങ്ങൾ കേൾക്കുക. അതായത് കഴുതകൾ വരികയാണ്, അതിൻ്റെ പിറകെ ഒരു കുശവനും വരുന്നുണ്ട്. ഇനി ഇസി ദൃശ്യക്കെ ബീച്ച് സെ, ആ ദൃശ്യത്തിൻ്റെ ആ കാഴ്ചയുടെ ഇടയിലൂടെ ഗുസരത്തെ ഹുയെ കടന്നു പോകുന്ന ദോ സ്കൂലി ബെച്ചെ, 2 സ്കൂൾ കുട്ടികൾ. ആരൊക്കെ ആയിരിക്കും? ബേല ഔർ സാഹിൽ, ബേലയും സാഹിലും. അപ്പോൾ നമ്മൾ ആ തെരുവിൻ്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അതിലൂടെ നടന്നു നീങ്ങുന്ന 2 കുട്ടികൾ ബേല ഔർ സാഹിൽ. ഉൻ ദിനോം പേൻമേം 5 പൈസേമേം നീലി സ്യാഹി ഫരി ജാതി തി. ആ സമയത്ത് ഉൻ ദിനോം, ആ ദിനങ്ങളിൽ 5 പൈസയ്ക്ക് നമ്മുടെ പേനയിൽ നീല മഷി നിറച്ച് തരും. 5 പൈസേമേം, 5 പൈസയ്ക്ക് സ്യാഹി ഫരി ജാതി തി, നമുക്ക് പേന നിറച്ച്, മഷിപ്പേനയാണ്, മഷിപ്പേന നിറച്ചുള്ള മഷി നമുക്ക് കിട്ടുമായിരുന്നു. സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലെ, ആ സ്റ്റേഷനറി കടക്കാരൻ അയാൾ എന്ത് ചെയ്യും? ഡ്രോപ്പർസ്, ആ ഡ്രോപ്പർ കൊണ്ട് പേൻമേ സാഹി ഫർത്തേത്, ആ പേനയിൽ ആ മഷി നിറച്ചു തരും. അപ്പം 5 പൈസ ഉണ്ടായിരുന്നു അന്ന്. ആ ഒരു പേന ആ മഷിക്ക് 5 പൈസയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ, അതായത് 2-3 പാരഗ്രാഫുകളും ഉണ്ട്. അത് ഒന്ന് വൃത്തിയായിട്ട് വായിച്ച് നോക്കിയിട്ട് ആദ്യം ഞാൻ പറയുന്ന അർത്ഥം ഒരിക്കൽ കേട്ടിട്ട്, അത് അല്ലാതെ നിങ്ങൾ ആ പാഠം ഒരിക്കൽ കൂടി വായിച്ച് നോക്കുക. എന്നിട്ട് അർത്ഥം മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്നുകൂടി കേട്ട് നോക്കുക. അങ്ങനെ 3-4 വട്ടം കേട്ട് അതിൻ്റെ അർത്ഥം, വരികളുടെ അർത്ഥവും വാക്കർത്ഥവും ഒക്കെ മനസ്സിലാക്കി വച്ചിരിക്കണം. വാക്കർത്ഥങ്ങളൊക്കെ എഴുതിയെടുത്താൽ അത്രയും നല്ലത്. അങ്ങനെ എന്നിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാം കൂടി ഒരുമിച്ചായാൽ പറ്റൂല. അപ്പോൾ ആദ്യം ഇത്ര പഠിപ്പിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക.